ചെന്നൈയിലെ എലിയറ്റ് ബീച്ചിലെ വിശേഷങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. ആക്ച്വലി വീഡിയോ എടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ടൊന്നും പോയതായിരുന്നില്ല. പക്ഷേ അവിടുത്തെ ആൾക്കാരുടെ തിരക്കും സ്റ്റോൾസും ഒക്കെ കണ്ടപ്പോൾ അവിടെയുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങളും കൂടിയായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. വളരെ ക്രൗഡ് അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറേ അറേഞ്ച്മെൻറ്റ്സ് ഈ ബീച്ചിൽ എനിക്ക് കാണാൻ പറ്റി. ബീച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലോ. ഏത് സമയത്താണെങ്കിലും ബീച്ചിൽ പോയി ഇരിക്കുക, വെറുതെ ആ തിരമാലകളൊക്കെ ഒന്ന് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞ ഒരു രസം തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഗെയിംസും പിന്നെ ഫുഡ് ഈറ്ററീസും ഒക്കെ ആയിട്ട് വളരെ നല്ല തിരക്ക്, ഈവനിങ്സിലൊക്കെ നല്ല തിരക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ എലിമെൻറ്റ്സ് ഈ ബീച്ചിൽ ഞാൻ കണ്ടു. ബീച്ചും നല്ല കമ്പാരിറ്റീവ്ലി നീറ്റാണ്. നല്ല നീറ്റായിട്ടുള്ള ക്ലീൻ സാൻഡോട് കൂടിയിട്ടുള്ള ഒരു കാം ബീച്ചാണ് ഇത്. തിരമാലകളായിട്ടൊക്കെ കളിച്ചിട്ട് വരുമ്പോൾ നമുക്കിവിടെ കുറേ സ്റ്റോൾസ് കാണാം. ഇതുപോലെ കുറേ ഗെയിംസും ഉണ്ട്. അതിവിടെ ബലൂൺ ഷൂട്ടിങ്, ഈ ബലൂൺ ഷൂട്ടിങ്ങിനൊക്കെ ആയിട്ട് കുറേ നല്ല ക്യൂ ഒക്കെ ആയിരുന്നു. ഒന്നും നല്ല പലയിടങ്ങളിലുണ്ട് ഇങ്ങനത്തെ ഇത്. ആൾക്കാരവരിങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുന്നുണ്ട്. അടുത്തൊരു ഗെയിം കണ്ടത് ഇങ്ങനെ കുറേ സെറാമിക് പോട്ട്സും സ്റ്റാച്യൂസും ഒക്കെ വെച്ചിട്ടുണ്ട്. അവർ എത്രയോ 4-5 റിങ്സ് ഇങ്ങനെ തരും. അപ്പോൾ അത് നമ്മൾ എറിഞ്ഞിട്ട് ഏതിലാണ് വീഴുന്നതെന്ന് വെച്ചാൽ ആ സാധനം നമുക്ക് ഗിഫ്റ്റായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതൊരു ഗെയിം. അതും ഇതുപോലെ കുറേ സ്ഥലങ്ങളിലുണ്ട്. ആൾക്കാരൊക്കെ ബിസിയായി നിന്നിട്ട് അതിന് പിന്നാലെ നിന്നിട്ട് ഗെയിംസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത ഒരു ഗെയിം ഈ ഗ്ലാസ്സുകൾ ഇങ്ങനെ പിരമിഡിൻ്റെ ഷേപ്പിൽ വെച്ചിട്ടുള്ളത് നമ്മൾ ബോൾ കൊണ്ട് എറിഞ്ഞ് വീഴ്ത്താനാണ്. നമ്മൾക്ക് 3 ചാൻസാണ് കിട്ടുക. 3 ചാൻസിൽ ഗ്ലാസ് എല്ലാം തട്ടിയിടാൻ പറ്റുകയാണെങ്കിൽ മേലെ കാണുന്ന വലിയ വലിയ സോഫ്റ്റ് ടോയ്സ് അതാണ് ഗിഫ്റ്റായിട്ട് കിട്ടുന്നത്. കുട്ടികൾക്കൊക്കെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നൊരു ഗെയിമാണ്. ഇപ്പോഴത്തെ ഹീറോ ഈ കുട്ടിയാണ്. അവനത് എറിഞ്ഞ് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ എൻ്റർടൈൻമെൻറ്റിനുള്ള കാര്യങ്ങൾ നമുക്കിവിടെ കാണാം. അവർ റൂൾസൊക്കെ പറഞ്ഞു തരും. അതിനനുസരിച്ചിട്ട് നമ്മൾ കളിച്ചാൽ മതി.
ഏറ്ററീസിൽ ബീച്ചിൻ്റെ അടുത്തോട്ടായിട്ട് ഇതുപോലുള്ള കുറേ ഫിഷ് സ്റ്റോൾസ് ആണുള്ളത്. ഫിഷ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ടാകും. പലതരത്തിലുള്ള ഒരു 10 മുതൽ 15 വെറൈറ്റീസ് അങ്ങനെ വെച്ചിട്ടുണ്ട്. അതിലേതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ അവരത് അപ്പം തന്നെ ഫ്രൈ ആക്കി തരും. ഈ സ്റ്റോൾസിനിടയിൽ നമ്മുടെ ഭാവി പറയാൻ വേണ്ടി തത്തമ്മയും കൊണ്ട് വെയിറ്റ് ചെയ്യുന്ന കാക്കാത്തിമാരെയും കണ്ടു. പിന്നെ കുറേ ഐസ്ക്രീം സ്റ്റോൾസ്, സ്പ്രിംഗ് പൊട്ടറ്റോ സ്റ്റോൾസ്, അങ്ങനെ കുറേ പല സ്റ്റോൾസും ഉണ്ട്. മെറീന ബീച്ചാണല്ലോ ചെന്നൈ പോയാൽ നമ്മൾ പൊതുവെ കാണുന്നത്. ഈ ഒരു ബീച്ച് നമുക്ക് നല്ലൊരു ലൈവ് ഫീലാണ് തരുന്നത്. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് തിരിച്ചുള്ള യാത്രയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.